പ്രവാസികൾക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് ഫീസിൽ വർധനവ് വരുത്തിയിരിക്കുകയാണ്. റെസിഡൻസി പുതുക്കലിനും പുതിയ വിസകൾക്കും ആരോഗ്യ ഇൻഷുറൻസ് ഫീസ് പുതുക്കിയതായി അധികൃതർ അറിയിച്ചു. പുതിയ നിരക്കുകൾ ഈ മാസം 23 മുതലാണ് പ്രാബല്യത്തിൽ വരിക. അതായത് മറ്റന്നാൾ മുതലായിരിക്കും പ്രാബല്യത്തിലാവുക എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് ഫീസ് വർധന അതിലുണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇതിലാണ്. റെസിഡൻസി പുതുക്കലിനും പുതിയ വിസയ്ക്കും വർഷം 100 ദിനാറാക്കി ഇരിക്കുകയാണ് ഇപ്പോൾ. അത് 2 പുതുക്കലാണെങ്കിലും അതിന് റിയാലിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ വർധന റെസിഡൻസി വിസ ഫീസ് പരിഷ്കാരങ്ങളുടെ ഭാഗമായാണ് വരുത്തിയിരിക്കുന്നത്. ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് ആർക്കെല്ലാമായിരിക്കും ബാധകം എന്നുള്ളതാണ്. അതായത് ഈ പുതുക്കിയ നിരക്ക് ആരെല്ലാമായിരിക്കും അടയ്ക്കേണ്ടത് എന്ന് പരിശോധിക്കുമ്പോൾ സർക്കാർ, സ്വകാര്യ മേഖലയിലെ പ്രവാസികളും കുടുംബങ്ങളും ഇത് അടയ്ക്കേണ്ടതുണ്ട്. പ്രവാസികൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത കൂടിയാണ്. മറ്റൊന്ന് 3 ദശലക്ഷത്തിലധികം പേർക്ക് ഇത് ബാധകമാണ് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കണക്ക് പ്രകാരമുള്ളതാണ് ഈ 3 ദശലക്ഷം എന്നുള്ളത്. ഇത്രയും ആളുകൾ ഈ പറയുന്ന മാറ്റത്തിനനുസരിച്ചായിരിക്കണം ഇനി ഈ ഫീസ് അടയ്ക്കേണ്ടത്. ഒപ്പം സർക്കാർ, സ്വകാര്യ ജീവനക്കാർ, വിദേശ പങ്കാളികൾ, വിദേശ നിക്ഷേപകർ, ഡിപെൻഡന്റ് വിസയിലുള്ള കുടുംബാംഗങ്ങൾ, ഇത്രയും ആളുകളായിരിക്കും ഇത് അടയ്ക്കേണ്ടി വരിക. വിദേശ വിദ്യാർത്ഥികളും സ്വയം സ്പോൺസർ ചെയ്യുന്നവർ, വസ്തു ഉടമകളായ പ്രവാസികൾ, ഈ ആളുകളും, അതായത് വിദേശത്ത് വസ്തുവുള്ള ആൾക്കാർ, ഒപ്പം തന്നെ സ്പോൺസർ ചെയ്യുന്നവർ, വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇത്രയും ആളുകൾ അതിൽ മാറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട്. രേഖകളില്ലാതെ താമസിച്ച് പിന്നീട് പെർമിറ്റ് ലഭിച്ച ആളുകളും ശ്രദ്ധിക്കണം. സൈനിക സേവനത്തിന് ശേഷം വിരമിച്ച വിദേശികളും അടയ്ക്കേണ്ടതുണ്ട്. പ്രവാസികളുടെയോ നയതന്ത്രജ്ഞരുടെയോ കീഴിലുള്ള വീട്ടുജോലിക്കാരായിട്ടുള്ള ആളുകളും, ആ ജോലിക്ക് വേണ്ടി പോയിരിക്കുന്ന ആളുകളും അടയ്ക്കണം. അവിടെ പ്രത്യേകിച്ച് നമുക്ക് വീടോ ഇല്ലെങ്കിൽ വസ്തു അങ്ങനെയൊന്നും ഇല്ലാത്ത ആൾ, ബിസിനസ്സോ ഇല്ലാത്ത ആളുകളാണെങ്കിൽ പോലും ഈ ജോലി ചെയ്യുന്ന ആൾക്കാർ, വീട്ടുജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് 10 ദിനാർ മാത്രം അടയ്ക്കേണ്ടത് കാർഷിക തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, ഇടയന്മാർ തുടങ്ങിയ തൊഴിലാളികളാണ് 10 ദിനാർ മാത്രമായിട്ട് ഇത് അടയ്ക്കേണ്ടി വരുന്നത്. ഒരു കുവൈറ്റ് കുടുംബത്തിന് 3 പേരിൽ അധികമുള്ള ഗാർഹിക തൊഴിലാളികൾക്കും ഇത് 10 ദിനാർ മാത്രം അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇൻഷുറൻസ് നിർബന്ധമാണ് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാ എൻട്രി വിസകൾക്കും ഇൻഷുറൻസ് നിർബന്ധമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന് സർക്കാർ, സ്വകാര്യ, കുടുംബ, നിക്ഷേപ, താൽക്കാലിക തൊഴിൽ വിസകൾക്കും ഈ നിയമം വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ട്രാൻസിറ്റ്, അടിയന്തര വിസകൾ, ടൂറിസം, ബിസിനസ്, മെഡിക്കൽ വിസകൾ, ഇവർക്കെല്ലാം 5 ദിനാർ ഇൻഷുറൻസ് ഫീസ് അടയ്ക്കേണ്ടി വരിക. വിസ ഫീസുകൾക്ക് പുറമെ ഈ 5 ദിനാർ ഇൻഷുറൻസ് ഫീസായി അധികം നൽകേണ്ടത്. ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ആളുകൾ ഇതാണ്. കുവൈറ്റ് പൗരന്മാരെ വിവാഹം ചെയ്ത വിദേശ വനിതകളായിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ബാക്കി എല്ലാ ജോലി ചെയ്യുന്ന ആളുകളും, അതിപ്പോൾ സ്വകാര്യ മേഖലയിലാണെങ്കിലും ഇല്ലെങ്കിൽ സർക്കാർ മേഖലയിലാണെങ്കിലും ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഇത് അവർക്ക് നൽകിയിരിക്കുന്ന തുകയ്ക്കനുസരിച്ച് അടയ്ക്കുക എന്നുള്ളതിലേക്കാണ് പുതിയ നിയമം എത്തിച്ചിരിക്കുന്നത്.